സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ദുഗ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദുഗ്രാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണല്ലോ. നമ്മുടെ പിതാവായ വിശുദ്ധ തോമസ് ലീഗയുടെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്ന ദിനം. ഈ ദിനം വെറും ഓർമ്മയിൽ ഒതുങ്ങാതെ പിതാവ് നമ്മെ പഠിപ്പിച്ച വലിയ വിശ്വാസത്തിൻ്റെ, വലിയ സ്നേഹത്തിൻ്റെ മാതൃകയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സുദിനം കൂടിയാകട്ടെ ഈ ദുഗ്രാന തിരുനാൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ പിതാവിനെ കുറിച്ച് അധികമൊന്നും പരാമർശിക്കുന്നില്ല. സമാന്തര സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാരുടെ പട്ടിക നിരത്തുന്നിടത്ത് മാത്രം ഈ പിതാവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ പിതാവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്, കുറച്ചുകൂടി കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നമ്മുടെ പിതാവിനെ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്നാണ് പറയുന്നത്. ദിദിമോസ് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. തോമ എന്ന പദത്തിൻ്റെ അർത്ഥവും ഇരട്ട പിറന്നവൻ എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ പദം രണ്ട് പ്രാവശ്യം ഒരേ അർത്ഥം വരുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചിന്തകന്മാരുടെ ഇടയിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പലപ്പോഴും ആരുടെയോ കൂടെ ഇരട്ട പിറന്നവൻ എന്ന നിർവചനമുണ്ടെങ്കിലും ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും അത് അംഗീകരിക്കുന്നില്ല. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ ഒരു കാര്യം രണ്ട് പ്രാവശ്യം എടുത്തു പറയണമെങ്കിൽ അത് എന്തിനെയെങ്കിലും സൂചിപ്പിക്കുന്നതായിരിക്കാം എന്ന് സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമ എന്ന് പറയുന്ന ഒരു സൂചനയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിദിമോസ് എന്ന തോമ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പണ്ഡിതമതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് വിശ്വാസത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുമ്പോഴും തീക്ഷ്ണതയേറിയ വിശ്വാസം ഏറ്റുപറയുന്ന നമ്മുടെ പിതാവിനെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. 3 പ്രാവശ്യമാണ് നമ്മൾ വിശുദ്ധ തോമസ് ലീഗയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് അരുളി ചെയ്യുന്ന വിശുദ്ധ തോമസ് ലീഗയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും. അതായത് ഈശോയെ കൊല്ലാൻ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കെ, പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമെല്ലാം ചുറ്റുപാടുമുണ്ടായിരിക്കെ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലാസർ മരിച്ചുപോയി എന്നറിഞ്ഞ് അവിടേക്ക് പോകാൻ ശ്രമിക്കുന്ന ഈശോയെ മറ്റുള്ളവർ തടയുമ്പോൾ തോമസ് ലീഗയാണ് പറയുന്നത്, നമുക്കും അവനോടുകൂടെ മരിക്കാനായിട്ട് പോകാം. ഈ ഭാഗത്തിനെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യകളൻ നിർവചിക്കുന്ന ഇപ്രകാരമാണ്: ജീവിക്കുന്നെങ്കിൽ അത് ഈശോയോടുകൂടെ, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല, ഈശോയോടുകൂടെ മരിക്കണം. അത്രയേറെ വിശ്വാസ തീഷ്ണതയുള്ളവനായിരുന്നു വിശുദ്ധ തോമസ് എന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യാളൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, നമ്മൾ വിശുദ്ധ തോമസ് ലീഗയെക്കുറിച്ച് കാണുന്നത്, ഈശോ തൻ്റെ ശിഷ്യന്മാരോട് താൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണെന്നും അവിടെ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് മുൻകൂട്ടി പോകണമെന്നുമൊക്കെ അരുളി ചെയ്യുമ്പോൾ, അവിടേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്നൊക്കെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുമ്പോൾ എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുകയാണ്. നമ്മുടെ പിതാവായ വിശുദ്ധ തോമസ് ലീഗയാണ് ചോദ്യം ഉന്നയിക്കുന്നത്, ഗുരു, അങ്ങ് എവിടേക്ക് പോകുന്നു? പിതാവിലേക്കുള്ള വഴി ഞങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന ചോദ്യവുമായി നേരിടുന്ന വിശുദ്ധ തോമസ് ലീഗയാണ്. ഈ സംശയമാണ് അദ്ദേഹത്തെ ആഴമായ അറിവിലേക്ക് നയിക്കുന്നത്. അറിവ് പലപ്പോഴും സംശയകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലാതെയുള്ള വിശ്വാസം പലപ്പോഴും പാഴ്വിശ്വാസമായിട്ട് മാറിപ്പോകും. വിശ്വാസത്തിൽ അടിയുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് സത്യത്തിലേക്ക് വഴി നടത്തുന്ന തോമസ് ലീഗയാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് വിശുദ്ധ അപ്രേം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി തോമസ് ലീഗയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്, മറ്റുള്ളവരെല്ലാം ഈശോയുടെ വരവിനായി കാത്തിരുന്ന് മുറിയടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടാകാതിരുന്ന തോമസ് ലീഗ വളരെയേറെ പ്രയാസപ്പെട്ട് പിന്നീട് ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി അതീവമായിട്ട് കേഴുന്ന തോമസ് ലീഗയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കണം എന്ന ആഗ്രഹവുമായി ഒരു ദുശാഠ്യം പോലെ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന തോമസ് ലീഗയുടെ ആഗ്രഹത്തിന് മുന്നിൽ വഴങ്ങുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്ത് നിർവചിച്ചുകൊണ്ട് വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മെ പഠിപ്പിക്കുന്നത്, കൂട്ടായ്മയിലാണ് എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്.
കൂട്ടായ്മ വിട്ട് ഇറങ്ങിപ്പോയവന് ദൈവ സാന്നിധ്യമില്ലാതെ പോയി. ആ സാന്നിധ്യമില്ലാതെ പോയതിൽ വളരെയേറെ വിഷമിച്ച കുഞ്ഞിനെ പോലെ ശാഠ്യത്തിന് മുന്നിൽ ഈശോ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും കൂട്ടായ്മയിലൂടെയാണ്, സഭയാകുന്ന കൂട്ടായ്മയിലൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് ഈ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ തോമസ് ലീഗയുടെ മാർഗം എന്ന മനോഹരമായിട്ടുള്ള ചില ചിന്താഗതികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. മാർഗവാസികൾ എന്നാണ് ക്രിസ്ത്യാനികളെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്നത്. ഇന്ന് ആ പേര് അത്രയേറെ നല്ല പേരായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിലും ക്രിസ്ത്യാനികൾ മാർഗവാസികളാണ്. അതായത് യേശുവിൻ്റെ മാർഗത്തെ പിന്തുടരുന്ന, മാർഗത്തിലേക്ക് നടന്നെടുക്കുന്ന മാർഗവാസികളാണ് ക്രിസ്ത്യാനികൾ. നമ്മുടെ പിതാവായ വിശുദ്ധ തോമസ് ലീഗ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നേറേണ്ടവരാണ് നമ്മൾ. അദ്ദേഹം കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചുവെന്നും 7.5 പള്ളികൾ സ്ഥാപിച്ചെന്നുമൊക്കെ ചിന്താഗതികളുണ്ടല്ലോ. കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ അദ്ദേഹം കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊല്ലം, നിരണം, കോക്കമംഗലം എന്നിങ്ങനെ 7 സ്ഥലങ്ങളിൽ കേരളത്തിൽ പള്ളി സ്ഥാപിച്ചുവെന്നും, ഇതുകൂടാതെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട തക്കല രൂപതയിൽപ്പെട്ട മറ്റൊരിടത്തും പള്ളി സ്ഥാപിച്ചുവെന്നും അതിനെ അരപ്പള്ളി എന്ന് വിളിക്കുന്നതുമൊക്കെയാണ് ചരിത്രം. ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ തോമസ് ലീഗ ഇവിടെ വന്ന് വലിയ കുരിശ് സ്ഥാപിച്ചുവെന്നോ വലിയ പള്ളി പണിതു എന്നോ അർത്ഥമില്ല. മറിച്ച് ദൈവത്തിന് വേണ്ടി ഒരു സഭയെ സ്ഥാപിച്ചു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. തോമസ് ലീഗ കടന്നു ചെന്ന് കുരിശുകൾ സ്ഥാപിച്ചിട്ടുള്ള മറ്റു സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറയാറുണ്ടല്ലോ. നമ്മുടെ വിശ്വാസപരമായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലും തോമസ് ലീഗ കുരിശ് സ്ഥാപിച്ചു എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ എല്ലാം അർത്ഥം ഒരു കുരിശ് സ്ഥാപിച്ചു എന്നതിനേക്കാൾ ഉപരി ഈ കുരിശിന് ഏറ്റവും കൂടുതൽ അർത്ഥം കൈവരുന്നത്, അല്ലെങ്കിൽ അതിനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം കണ്ടുവരുന്നത് യേശുവിൻ്റെ കുരിശ് കണ്ടെടുത്തതിന് ശേഷമാണ്. അതിനു മുൻപാണ് തോമസ് ലീഗ കേരളത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതിനാൽ കുരിശ് സ്ഥാപിച്ചു എന്ന് കരുതുന്നതിനേക്കാൾ കൂടുതൽ അഭികാമ്യം യേശുവിന് വേണ്ടി സഭ സ്ഥാപിച്ചു എന്നതാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 7 എന്ന് പറയുന്നത് സമ്പൂർണതയെ സൂചിപ്പിക്കുന്നതാണ്. 7 സഭകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ടുള്ള സഭ സ്ഥാപിച്ചു എന്നർത്ഥം. 7 അര എന്ന് പറഞ്ഞാൽ അരജൻ എന്നർത്ഥം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ യേശുവിന് വേണ്ടി പൂർണ്ണമായ സഭ ഈ ഭാരതത്തിൽ സ്ഥാപിച്ചു എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിലേക്ക് കടന്നു വന്ന് പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച നിസ്വനായിട്ടുള്ള മനുഷ്യൻ. യേശുവിനെ അറിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി അർപ്പിച്ചു. അദ്ദേഹത്തെ ഇന്ത്യക്ക് വേണ്ടി വിറ്റു എന്നാണ് വിശുദ്ധ അപ്രേം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് ബ്ലാക്ക് മാജിക്കുകളുടെ മന്ത്രവാദങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഭാരതത്തിലേക്ക് ആരും വരാൻ മടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദൈവം തന്നെയാണ്, യേശു തന്നെയാണ് ഈ ഭാരതത്തിലേക്ക് അയക്കുന്നത് എന്ന് വിശുദ്ധ അപ്രേം രേഖപ്പെടുത്തുന്നു. ഇവിടെ ഒരു വലിയ കൊട്ടാരം പണിയണമെന്ന ആഗ്രഹവുമായി, എന്ന രാജാവിൻ്റെ അഭ്യർത്ഥനവുമായി കടന്നു വന്ന അദ്ദേഹം ഒരു കൊട്ടാരവും പണിതില്ല. അവസാനം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങുമ്പോൾ രാജാവ് കാണുന്ന സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നത്. വലിയൊരു ശില്പിയായിട്ട് കടന്നു വന്ന അദ്ദേഹം ഉണ്ടാക്കുന്നത് ദൈവത്തിന് വേണ്ടി ഒരു വലിയ ശില്പമാണ്, സഭ എന്ന ശില്പം. നമ്മുടെ സന്യാസ സമൂഹത്തിലോ അല്ലെങ്കിൽ പൗരോഹിത്യം ജീവിക്കുന്ന അച്ഛന്മാരിലും അൽമായ പ്രേക്ഷിതരിലുമൊക്കെ എത്രയേറെ ശില്പികളാണ് ദൈവത്തിന് വേണ്ടി വലിയ വലിയ ശില്പങ്ങളും മാളികകളും ജൂബിലി ഹോളുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കേണ്ടത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ശില്പം എന്ന് പറയുന്ന ആത്മീയത നിറഞ്ഞ ഒരു സമൂഹമാണ്, ജനതയാണ് എന്നോർക്കണം. നമ്മൾ ഉണ്ടാക്കേണ്ടത് കേവലമായിട്ടുള്ള ചരിത്രപരമായിട്ട് ഓർമ്മിക്കാനുള്ള വലിയ ഹോളുകളോ ജൂബിലി ഹോളുകളോ വാളുകളോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടിയുള്ള ജനതയാണ് വാർത്തെടുക്കേണ്ടത് എന്ന് ഈ പിതാവ് പഠിപ്പിക്കുന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകരുത്. ഭാരതത്തിലേക്ക് കടന്നു വരുന്നതിന് 2 റൂട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നു. വളരെയേറെ ക്ലേശം നിറഞ്ഞ ആ വഴിയിലൂടെയൊക്കെ കടന്നു വന്ന് ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച
വിശുദ്ധ തോമസ് ലീഗ തൻ്റെ പ്രവർത്തനം ഇവിടെ എത്രമാത്രം ആവശ്യമായിരുന്നുവോ അതിനുശേഷം ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുത്തതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. നമുക്ക് സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നുവോ അവിടം വിട്ടുപോകാതെ ദൈവത്തിന് വേണ്ടി അവിടെ തന്നെ ജീവിക്കുന്നവർക്കൊരു വെല്ലുവിളി ഉയർത്തുന്നവനാണ് നമ്മുടെ പിതാവ്. ഒരു സമൂഹത്തിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത് തനിക്ക് ശേഷം പ്രളയമെന്നുള്ള ചിന്താഗതിയല്ല, മറിച്ച് കുറേ ആളുകളെ വാർത്തെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്ന, എവിടെയും ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിന് ധീരത കാട്ടിയ, ജീവിതം മുഴുവൻ ധീരതയോടുകൂടെ മുന്നേറുവാൻ സാധിച്ച പിതാവ്. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി പിന്നീട് നമുക്കറിയാം മൈലാപ്പൂര്, ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂര് ചെന്ന് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച നിസ്വനായ ആ മനുഷ്യൻ്റെ, നമ്മുടെ പിതാവിൻ്റെ ഓർമ്മയാചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പിതാവ് പകർന്നു തന്നത് ധീരതയുടെ ഒരു വലിയ മാതൃകയാണ്. അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ വളരെ സ്വസ്ഥമായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയല്ല ചെയ്ത്. യേശു ക്രിസ്തു പറഞ്ഞില്ലേ, ഇത് എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞതിന് ശേഷം മനോഹരമായിട്ടുള്ള ആ മുറിയിൽ കിടന്ന് ഉറങ്ങുകയല്ല ചെയ്ത്, ഇറങ്ങിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന വാക്കുകൾ അന്വർത്ഥമാകുന്നത്. അതുപോലെ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്നരുളി ചെയ്ത വിശുദ്ധ തോമസ് ആ വാക്കുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നീട് അവനോടുകൂടെ പോയി മരിക്കാൻ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് ആ വാക്കുകൾ അന്വർത്ഥമായത്. ഇന്ന് ആ പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ നമുക്കും ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേണം. കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് യേശു ക്രിസ്തു ജീവിതം നഷ്ടപ്പെടുത്തിയതുപോലെ, യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ പിതാവായ തോമസ് ലീഗ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയതുപോലെ, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ചതുപോലെ അപരന് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള കൃപ ഈ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.